നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം തുറന്നിരിപ്പാണല്ലോ. പലതരത്തിലുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു താരങ്ങളുടെ കാര്യത്തിൽ. ഈ വീഡിയോയിൽ നമ്മൾ റയൽ മാഡ്രിഡിൻ്റെ ട്രാൻസ്ഫർ വിഷയങ്ങളാണ്, കറൻ്റ്ലി ഉള്ള ട്രാൻസ്ഫർ വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. റയൽ മാഡ്രിഡ് ഡീൽ ഷീറ്റ് ഓൾറെഡി നമുക്കറിയാം. ഇബ്രാഹിം കൊനാറ്റ എത്തിയതും കുക്കറയെ എത്തിയതും ബെർണാഡോ സിൽവ എത്തിയതും ഒക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഇനി അതിലേക്ക് പോകുന്നില്ല, മറിച്ച് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും ഇനി ഇപ്പോൾ നടക്കുന്നതും അടുത്ത ആഴ്ച നടക്കാനുള്ള കാര്യങ്ങളുമൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് എന്നർത്ഥം. നമ്മൾ ദി അത്ലറ്റിക്കിൻ്റെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. റയൽ മാഡ്രിഡ് ഡീൽ ഷീറ്റ് ആദ്യം ഒന്ന് ഇതിൻ്റെ ഒരു സിനോപ്സിസ് എന്ന രൂപത്തിലൊന്ന് പറയാം. RB ലീപ്സിഗുമായിട്ട് യാൻ ഡയമണ്ടയുടെ കാര്യത്തിൽ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഗോൺസാലോയും അതുപോലെ തന്നെ പെലാസിയോസും പോയല്ലോ. സോ അവരുടെ കാര്യത്തിൽ ഓൾറെഡി ഒരു തീരുമാനം റയൽ മാഡ്രിഡ് എടുത്തിട്ടുണ്ട്. അത് ബൈബാക്ക് ക്ലോസിൻ്റെ കാര്യമാണ്. അതെന്തുകൊണ്ട് എൻട്രിക്കിന് റയൽ തുടരണമെന്നുണ്ട്. മൊറീഞ്ഞോയുടെ നിലപാടെന്താണ്? ഫാരൻറ്റീന ഇപ്പോൾ മസ്റ്റൻഡൂനോക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കാര്യങ്ങളിലൊക്കെയാണ് നമ്മളൊരു ചർച്ച പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. റയലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ബിസി ആയിട്ടുള്ളൊരു വീക്കായിരുന്നു. പല ട്രാൻസ്ഫറുകൾ നടന്നു. യാൻ ഡയമണ്ടയുടെ കാര്യത്തിൽ അവർ കുറച്ച് നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. റോഡ്രിക്ക് വേണ്ടിയിട്ട് അവർ ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. കാർലോസ് എസ്പിയെ ടീമിലേക്ക് എത്തിച്ചു. ഗോൺസാലോ ഗാർഷ്യയെ അവർ സ്ക്വാഡിൽ നിന്ന് അവർ വിട്ടുകൊടുത്തു. അതുപോലെ തന്നെ സെസാർ പെലാസിയോസും പോയി. അങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിച്ചു. വിനിയുടെ കാര്യത്തിലുള്ള ചർച്ച ഒരു ഭാഗത്തുമുണ്ട്. സോ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യാൻ ഡയമണ്ടയുടെ ആ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി റയൽ മാഡ്രിഡ് എല്ലാ നീക്കങ്ങളും നടത്തി ഒക്കെ ആയി സെറ്റായി നിന്നതാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതൊരു സ്റ്റാൻഡ് സ്റ്റിൽ എന്ന രൂപത്തിലാണ് ആ ട്രാൻസ്ഫർ കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ മാഡ്രിഡ് ഇന്ന് ഒരു പ്രോഗ്രസീവായിട്ടുള്ള നീക്കം നടത്തിയിട്ടുണ്ട്. 19കാരനായിട്ടുള്ള ഡയമണ്ടയെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. ഐവറി കോസ്റ്റ് വിങ്ങർ ഇപ്പോൾ ജർമ്മൻ ടീമിനോടൊപ്പം ഫ്രണ്ട്ലി മത്സരം കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല. അതിനർത്ഥം RB ലീപ്സിഗ് പറയുന്നത് താരം അൺവെല്ലാണ് എന്നുള്ളതാണ്. പക്ഷേ താരം റയലിലേക്ക് ചേക്കേറുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ജനറൽ എക്സ്പെക്റ്റേഷൻ അതാണ്. ഡീല് ഈ ആഴ്ച തന്നെ കംപ്ലീറ്റ് ആകും എന്നുള്ളതാണ്. ഇന്ന് ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അതോടുകൂടി ഏതാണ്ട് ഫൈനലൈസ് ചെയ്യപ്പെടും. സോ യാൻ ഡയമണ്ടയുടെ കാര്യം അതാണ്. അതേസമയം റോഡ്രിയെ സൈൻ ചെയ്യാനുള്ള റയലിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരം കൂടി ദി അത്ലറ്റിക് പുറത്തുവിടുന്നുണ്ട്. പേഴ്സണൽ ടേംസ് ഒരു ഇഷ്യൂ അല്ല. അതായത് റോഡ്രിയും റയൽ മാഡ്രിഡും തമ്മിലുള്ള പേഴ്സണൽ ടേംസ് ഒരു ഇഷ്യൂ അല്ല. പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് ഈ താരത്തിൻ്റെ ട്രാൻസ്ഫർ ഫീ അതിനു വേണ്ടിയിട്ടുള്ള ചർച്ച ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. മറ്റ് ക്ലബ്ബുകളും തക്കം പാർത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിഷയം. ഇനി SP കാര്യത്തിൽ SP എത്തി എന്നുള്ളത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വളരെ അപ്രതീക്ഷിതമായിട്ടൊരു അനൗൺസ്മെൻറ്റ് നടത്തിയത്. മാഡ്രിഡ് അദ്ദേഹത്തെ ലെവാൻഡയിൽ നിന്ന് സ്വന്തമാക്കി. വളരെ ലൈറ്റ്നിങ് ഫാസ്റ്റ് ആയിട്ടുള്ളൊരു സൈനിങ് ആയിരുന്നു. 21കാരനായിട്ടുള്ള സ്പാനിഷ് സ്ട്രൈക്കറെ എത്തിക്കുന്നു. 25 മില്യൺ യൂറോക്കാണ് താരത്തെ റാഞ്ചിയിരിക്കുന്നത്. സോ ഇത് ആ ഒരു മൂവ് യഥാർത്ഥത്തിൽ ഗാർഷ്യയുടെ പോക്കിന് പകരം അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം. ഫുൾഹാമിലേക്ക് അദ്ദേഹം ജോയിൻ ചെയ്തത് അറൗണ്ട് 40 മില്യൺ യൂറോക്കാണ്. അപ്പോൾ ഇത് ഓൾറെഡി കൺഫേം ചെയ്യപ്പെട്ടിട്ടുള്ള ട്രാൻസ്ഫറാണ്. ഇന്നലെ ഒഫീഷ്യൽ പ്രഖ്യാപനം അതുമായി ബന്ധപ്പെട്ട് വന്നു. പക്ഷേ അതോടൊപ്പം തന്നെ താരത്തിൻ്റെ ഫ്യൂച്ചർ സെയിലിൽ 30% റൈറ്റ് റയൽ മാഡ്രിഡ് കൈവശം വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ താരത്തെ വേണമെങ്കിൽ തിരികെ എത്തിക്കാം. അദ്ദേഹത്തിന് റയലിൽ ഭാവിയിൽ കളിക്കണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ അതുകൂടി പരിഗണിച്ചുകൊണ്ട് വേണമെങ്കിൽ തിരികെ എത്തിക്കാം എന്നൊരു ഉദ്ദേശത്തിൽ തന്നെ വെച്ചതാണ്. 22കാരനായിട്ടുള്ള താരം യഥാർത്ഥത്തിൽ ഫുൾഹാമിൻ്റെ കോച്ച് ആൽവരോ അർബിലോവ റയലിൻ്റെ കോച്ചായിരുന്നു. യുവതാരങ്ങളെ പരിശീലിപ്പിച്ചയാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ടാർഗറ്റായിരുന്നു അദ്ദേഹത്തെ ഗാർസിയ എത്തിക്കുക എന്നുള്ളത്. സോ ആ കാര്യത്തിൽ അവർ സക്സസ്ഫുള്ളായി. ഒപ്പം തന്നെ പെലാസിയോസിൻ്റെ കാര്യത്തിലും സെയിം തിങ് ആണ് സംഭവിച്ചിട്ടുള്ളത്. മാഡ്രിഡിൽ അദ്ദേഹം യൂത്ത് ടീമിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പം അതും അറൗണ്ട് 10 മില്യൺ യൂറോക്കാണ് ആ ഒരു ഡീല് നടന്നിരിക്കുന്നത്. തന്നെ മറ്റ് 2 മാഡ്രിഡ് താരങ്ങൾ, മാഡ്രിഡ് ഗ്രാജുവേറ്റ്സ് എന്ന് പറയാം. ഗോൾ കീപ്പർ ഫ്രാൻ ഗോൺസാലസ് അദ്ദേഹം സെവിയയിലേക്ക് 3 മില്യൺ യൂറോക്ക് പോയി. അതുപോലെ തന്നെ വിക്ടർ വാൽഡെപെനാസ് 19കാരനായിട്ടുള്ള താരം ഫാരൻറ്റീനയിലേക്ക് 8 മില്യൺ യൂറോക്ക് പോയി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും
50% സെൽ ഓൺ ക്ലോസ്. ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ഫ്രാൻ ഗോൺസാൽസിൻ്റെ കാര്യത്തിലും വിക്ടറിൻ്റെ കാര്യത്തിലും 50% സെൽ ഓൺ ക്ലോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് റയൽ ഭാവിയിൽ ഉപയോഗപ്പെടുത്തും. ഇനി വിനി ജൂനിയറുടെ കാര്യം, അത് പെട്ടെന്ന് റിസോൾവ് ചെയ്യപ്പെടേണ്ട ഒരു കേസല്ലേ എന്നുള്ള ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും യെസ്, ഈ ഒരു മീറ്റിംഗ് ഈ വീക്കിൽ തന്നെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2027 വരെയാണ് നിലവിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഉള്ളത്. അപ്പോൾ ദി അത്ലറ്റിക് ആണ് എക്സ്ക്ലൂസീവായിട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ആഴ്സണൽ താരത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത്. അതായത് താരം റയൽ മാഡ്രിഡിൽ റീസൈൻ ചെയ്തില്ലെങ്കിൽ, കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ നടത്തിയില്ലെങ്കിൽ ആഴ്സണൽ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ തയ്യാറാണ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫിഗർ ഒക്കെ എത്രയാണ് എന്നുള്ളതൊക്കെ ആഴ്സണലിൻ്റെ ഓണേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് അത് കൊടുക്കാൻ തയ്യാറായിട്ട് നിൽപ്പാണ് എന്നുള്ള വാർത്ത കൂടി വന്നു. വിനി ജൂനിയറിൻ്റെ കാര്യത്തിൽ അദ്ദേഹം 30 മില്യൺ യൂറോ ആണ് ഒരു ഡിമാൻഡായിട്ട് റയലിൻ്റെ മുന്നിലേക്ക് വെച്ചത്. പക്ഷേ വേണ്ടി വന്നാൽ അത് കുറക്കാനും അദ്ദേഹം തയ്യാറാണ്, കോംപ്രമൈസിന് അദ്ദേഹം തയ്യാറാണ്. പക്ഷേ അവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ചോദിക്കുന്നതിൽ പ്രധാനമായിട്ടും സൈനിങ് ബോണസ് ഉണ്ട്. ആ സൈനിങ് ബോണസിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു സംശയവും തർക്കവും ഒക്കെ ഉള്ളത്. മാഡ്രിഡ് അത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ വന്നാൽ ഒരുപക്ഷെ മറ്റ് താരങ്ങളും അവരുടെ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ സമയത്തൊക്കെ അത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് റയലിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവിടുന്ന് മൂവ് ചെയ്യാനുള്ള സാധ്യത എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഈ കോൺട്രാക്റ്റ് സൈനിങ് നടന്നില്ലെങ്കിൽ അദ്ദേഹം മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോൾ പ്രീ സീസൺ ട്രെയിനിങ്ങിനായിട്ട് താരം ഓസെ മൊറീഞ്ഞോയുടെ കീഴിൽ എത്തിയിട്ട് ട്രെയിനിങ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ബട്ട് ഒരു ബിഗ് വീക്കാണ് നമ്മുടെ മുന്നിലുള്ളത്. റയലിൽ വിനി ജൂനിയർ തുടരുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും. മൊറീഞ്ഞോ ഈ കാര്യത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മൊറീഞ്ഞോ വിനി ജൂനിയറെ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നയാളാണ്. ബട്ട് ഫൈനൽ തീരുമാനം ക്ലബിൻ്റേതാണ് എന്നുകൂടി അദ്ദേഹം നിലപാടെടുക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ ഏതെങ്കിലും പൊസിഷനിലേക്ക് താരങ്ങൾ ആവശ്യമുണ്ടോ? മൊറീഞ്ഞോയുടെ ഒരു നിലപാട് കൃത്യമായിട്ട് ദി അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നു. മൊറീഞ്ഞോ ഈസ് സ്റ്റിൽ കീൻ ടു സൈൻ എ സെൻറ്റർ ബാക്ക്. ഒരു സെൻറ്റർ ബാക്കിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പല താരങ്ങൾക്കും പരിക്കിൻ്റെ പ്രശ്നങ്ങളും മറ്റുമൊക്കെയുണ്ട്. സോ ഫൈനാൻഷ്യലി വയബിൾ ആയിട്ടുള്ള ഒരു സൈനിങ്ങിനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. ഏത് താരങ്ങൾ ക്ലബ്ബ് വിട്ടു പോകാം സാധ്യതയുള്ളത്? ഒന്ന്, മൗറിഞ്ഞോ ആർ ഓപ്പൺ ടു ദി ഡിപ്പാർച്ചർ ഓഫ് റൗൾ അസെൻസിയോ. എഡ്വാർഡോ കമവിങ്ക 23-കാരനായിട്ടുള്ള താരം. അപ്പോൾ ഈ രണ്ട് താരങ്ങളുടെ കാര്യത്തിലും ഇപ്പം അവരെ ഒഴിവാക്കാനുള്ളൊരു താല്പര്യം എന്തായാലും മൊറീഞ്ഞോക്കുണ്ട്. പക്ഷേ ഒരു പുതിയ ക്ലബ്ബ് അവർക്ക് വേണ്ടിയിട്ട് നീക്കം നടത്തിയിട്ടില്ല. അവരത്തരത്തിലൊരു താല്പര്യവും പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് വിഷയം. സ്പാനിഷ് സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള അസെൻസിയോയുടെ കാര്യത്തിൽ ഒരു മസിൽ ഇഞ്ചുറി അദ്ദേഹത്തിന് ലാസ്റ്റ് വീക്കിൽ സംഭവിച്ചിട്ടുമുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു മാസം അദ്ദേഹം പുറത്തിരുന്നേക്കാം. അത് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫറിനെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് 2031 വരെയാണ്. കമവിങ്കയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് 2029 വരെയാണ്. സോ ഈ രണ്ട് താരങ്ങൾ ഇനിയും പുറത്തു പോകാനുള്ള സാധ്യത അവിടെ ഓപ്പണായിട്ട് കിടക്കുകയാണ്. ഫ്രാങ്കോ മസ്റ്റൻഡൂനെയാണ് മറ്റൊരാൾ. അദ്ദേഹം ക്ലബ്ബ് വിടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. 18-കാരനായിട്ടുള്ള താരം ഒരു ലോണിൽ മൂവ് ചെയ്യാനാണ് സാധ്യത. ഫാരന്റീന താരത്തിനായിട്ട് രംഗത്തുണ്ടെന്നും ആ ഒരു ഡീല് ഏതാണ്ട് അതിൻ്റെ തൊട്ടരികിലെത്തി നിൽക്കുകയാണ് എന്നും ഫബ്രിസിയോ റൊമാനോയും റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ എൻട്രിക്കിൻ്റെ കാര്യത്തിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എൻട്രിക്കിന് റയലിൽ തുടരണം എന്ന് ഉണ്ട്. അതേസമയം ഹോസെ മൊറീഞ്ഞോക്ക് അദ്ദേഹത്തെ അത്ര അങ്ങ് പിടിച്ചിട്ടില്ല എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എസ്ബിയുടെ സൈനിങ് കൂടി വരുമ്പോൾ താരം പുറത്തു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതേസമയം മൊറീഞ്ഞോയെ ഇംപ്രസ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. നിലവിലെ അദ്ദേഹത്തിൻ്റെ എഫേർട്ടിൽ മൊറീഞ്ഞോ ഇംപ്രസ്ഡ് ആണ് എന്നുകൂടി ദി അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ എൻട്രിക്ക് പുറത്തു പോകാനുള്ള സാധ്യത കുറയാനാണ് സാധ്യത. ഏതായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീക്കിലേക്കാണ് കിടക്കുന്നത്. ഏത് CBA റയൽ മാഡ്രിഡ് എത്തിക്കുമെന്ന ചോദ്യമുണ്ട്. ഡയമണ്ടിൻ്റെ കാര്യത്തിൽ അത് ഒഫീഷ്യലാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. വിനിയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഈ ആഴ്ച അറിയാം. സോ എ ബിഗ് വീക്കാണ് നമ്മുടെ മുന്നിലുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.